നമ്മുടെ വീട്ടില് നമ്മുടെ കുട്ടികളെ കാണാൻ വരുന്ന പലരും വെയിറ്റിനെ പറ്റി കമന്റ് ചെയ്യാറുണ്ട് അല്ലെ. എന്താ ഈ കുഞ്ഞ് നന്നാവാത്തത്, ഇവൻ എപ്പം കണ്ടാലും ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ, എന്താ ഫുഡൊന്നും കഴിക്കുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യം വരുമ്പോൾ പല അമ്മമാരും ഇതിനെ വളരെ പേഴ്സണൽ ആയിട്ട് എടുക്കുന്നു. നമ്മൾ വിചാരിക്കും, അയ്യോ ഇനി നമ്മളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമാണോ ഇവൻ നന്നാവാത്തത് അല്ലെങ്കിൽ ഇവൾ നന്നാവാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുഞ്ഞ് കഴിക്കുന്ന ഫുഡും അല്ലെങ്കിൽ കുടിക്കുന്ന പാലിൽ മാത്രമല്ല കുട്ടിയുടെ ഹെൽത്ത് ഡിപെൻഡന്റ് ആയിട്ടുള്ളത്. അതിൽ ജെനറ്റിക്സ് എന്ന് പറയുന്നതുണ്ട്. അതായത് കുട്ടിയുടെ അച്ഛനോ അമ്മയോ ലോ ബോഡി മാസ് ഇൻഡെക്സിൽ പെടുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ അങ്ങനെ ഒരു ലോ ബോഡി വെയിറ്റ് ഉള്ള ഹിസ്റ്ററി ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷനെയും ഡിപെൻഡ് ചെയ്യുന്നു. അപ്പൊ കഴിക്കുന്ന ഫുഡ് കുറവായെന്ന് കരുതി കുത്തിക്കയറ്റി നമ്മൾ കഴിപ്പിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും ആ കുഞ്ഞ് പ്രോപ്പർ ആയിട്ട് പ്ലേഫുൾ ആണോ, ആക്റ്റീവ് ആണോ, ഒരു മൈൽ സ്റ്റോൺ എല്ലാം അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നത് മാത്രമാണ്. സോ അതുകൊണ്ട് കുഞ്ഞിന്റെ വെയിറ്റ് കണ്ടിട്ട് കുഞ്ഞിന്റെ ഹെൽത്തിനെ പറ്റി നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ന്യൂ മോംസ് പേടിക്കേണ്ടതില്ല. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ കുട്ടികൾക്ക് കൊടുക്കുക. വെയിറ്റ് അതിനൊരു ബാറല്ല.